എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്ര ഫോണിലൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുവാണ്. ആ സമയത്താണ് പവിത്രയുടെ അടുത്തേക്ക് മോഹിനി കുറെ കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ചെല്ലുന്നത്. മുട്ട പുഴുങ്ങിയതും ഏത്തക്കയും ജ്യൂസും എന്ന് വേണ്ട സർവ്വ സാധനങ്ങളുണ്ട്. പിന്നീട് പവിത്രയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, ഇതേ മോളെ നീ ഇത് കഴിക്ക, ഇതെല്ലാം മോൾക്കുള്ളതാന്ന് പറയണേ. ഇതല്ലേ എനിക്കുള്ളതാണ് അമ്മേന്ന് ചോദിക്കാം. അല്ല പിന്നെ മോൾക്കല്ലാതെ മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ആ ഒരു ഓർമ്മയില്ലേന്ന് ചോദിക്കാം. അതെ, മോള് കഴിച്ചില്ലെങ്കിൽ മോളുടെ വയറ്റ് വളരുന്ന കുഞ്ഞു വളരണ്ടേന്ന് ചോദിക്കാണ്. അത് ശരിയാന്ന് പറയണ്. ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കഴിക്കാനായിട്ട് പലതിനോടും കൊതി ഉണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര ചോദിച്ചു, അമ്മയ്ക്ക് എന്തിനോടായിരുന്നു കൊതി ഉണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണ്. എനിക്ക് കൊതി ഉണ്ടായിരുന്നേ കപ്പയും നല്ല കാന്താരിമുളകും കൂടെ കൂട്ടി കഴിക്കാനായിരുന്നു പറയണേ. എന്ത് ചെയ്യാനാ, ഒരു ദിവസം കഴിച്ചോളൂ, പിറ്റേ ദിവസം ഗ്യാസ് കയറിട്ട് പിന്നെ അത് കഴിപ്പങ്ങോട്ട് മുടങ്ങി. പക്ഷെ എനിക്ക് ബാക്കി ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിച്ചു കൂട്ടോന്ന് പറയണം. പെട്ടെന്ന് പവിത്ര ചോദിച്ചു, അല്ല ഞാനിപ്പം മസാല ദോശയുടെ കാര്യം ഓർത്തുള്ളൂ മനസ്സിൽ. ആ സമയത്ത് തന്നെ അമ്മ എങ്ങനെ ഇത് കൊണ്ടേ തന്നേന്ന് ചോദിക്കണം. അതെനിക്ക് അറിയാൻ പറ്റും, നിന്റെ മനസ്സൊക്കെ എനിക്ക് അറിയാൻ പറ്റില്ലെന്ന് ചോദിക്കണം. പിന്നീട് പറഞ്ഞു, ഇതെല്ലാം മുഴുവത്തോടെ കഴിക്കണം കേട്ടോ, ഇത്തിരി പോലും ബാക്കി വെക്കരുത്. ഈ സമയത്ത് പെൺകുട്ടികള് നല്ല ഫുഡ് കഴിക്കണം, നല്ല റെസ്റ്റ് കൊടുക്കണം, എങ്കിലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടത്തുള്ളൂ എന്ന് പറയണേ. ഈ കുടുംബത്തിലെ അനന്തരാവകാശിയല്ലേ വരാനായിട്ട് പോണേ എന്ന് പറയാ. എന്നാലും നീ ആ അരുണിനോട് ആ കാര്യങ്ങളൊന്നും പറയാത്ത മോശമായി പോയെന്ന് പറയണം. അല്ലമ്മേ, അത് പിന്നെ അരുണേട്ടനോട് ഞാൻ പറയാതിരുന്നേ, നേരിട്ട് കാണുമ്പോൾ പറയാന്ന് കരുതിയിട്ടാ. അപ്പോഴേക്കുമാണ് കനകാമ്മ അങ്ങോട്ടേക്ക് വരുന്നേ. കനകമ്മ കേട്ടി പറയണേ, ഓ പവിത്ര കുഞ്ഞെ ഭർത്താവിനോട് പറയാത്ത വേറൊന്നും അല്ല, കാരണം നേരിട്ട് കണ്ടിയുമ്പോ പറയുമ്പോ ഇച്ചിരി സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ പവിത്ര പറഞ്ഞു, അത് ശരിയാ, കനകമ്മ പറഞ്ഞ കാര്യം ശരിയാ. അരുണേട്ടനോട് നേരിട്ട് പറയുമ്പോ അരുണേട്ടന്റെ മുഖത്തെ ആ സന്തോഷമൊക്കെ അറിയാൻ കഴിയുമല്ലോ, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും മോഹിനി പറഞ്ഞു, അത് ശരിയാ, അവന് ഭയങ്കര സന്തോഷം, എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷമല്ലേ എന്ന് പറയാണ്. പവിത്രയുടെ നെഞ്ചൊന്ന് നീറി. എന്റെ ഭഗവാനെ, തന്റെ വയറ്റിലൊരു കുഞ്ഞില്ലെന്നുള്ള കാര്യമൊക്കെ തനിക്ക് മാത്രം അറിയത്തുള്ളൂ. ഇനിയിപ്പം കനകമ്മയ്ക്കും അറിയാം. എങ്ങാനും ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അരുണേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ, ആ ഒരു ചിന്തയായിരുന്നു പവിത്രയുടെ മനസ്സിലുണ്ടായിരുന്നേ. പെട്ടെന്ന് തന്നെ കനകമ്മ പറഞ്ഞു, അതെ പവിത്രമോളെ, ഇത് മൊത്തം കഴിക്കണം കേട്ടോ എന്ന് പറയണം. ഞാൻ കഴിച്ചോളാന്ന് പറയണ. ഈ സമയം മോഹിനി പറഞ്ഞു, ഇവിടെ പവിത്ര ഗർഭിണിയാന്നുള്ള ചിന്ത പോലും വേറെ പലർക്കും ഇല്ല, എല്ലാവർക്കും നന്ദുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നന്ദു നന്ദു നന്ദു, ആ ഒരു രാമനാമം ജപിച്ചോണ്ട് എല്ലാരും കൂടെ നടക്കുക, നന്ദു പുരാണം പാടിക്കൊണ്ട് നടക്കുക. ആർക്കും പവിത്രയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അതെങ്ങനെയാ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നൊരു സാധനമല്ലേ അത്. പോരാത്തന് പിങ്കി, ഈ രണ്ടുപേരും കണക്കായി കുടുംബത്തില്. കണ്ടു, എന്റെ മോനൊന്ന് വന്നോട്ടെ, അതോടുകൂടി ഈ കുടുംബത്തിലെ അനന്തരാവകാശി അവനായിരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ മോനാന്നങ്ങോട്ട് മോഹിനി ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സമയം കനകമ്മ മനസ്സിൽ പറയാം, നടന്നാ തന്നെ നിന്റെ മരുമോള് പ്രസവിക്കും, ഒരു ഒലക്കേനെയായിരിക്കും പ്രസവിക്കാൻ പോകുന്നത്, അവിടെ കാത്തിരുന്നോളാൻ പറയാണ്. അങ്ങനെ മനസ്സിൽ പറയാ. ഈ സമയം മോഹിനി പറഞ്ഞു, മോള് കഴിക്ക് എന്നും പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഈ സമയം പവിത്ര കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കനകമ്മ എന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇത് മുഴുവൻ കഴിക്കുവാണ്. അതെ, ഇതൊക്കെ മൊത്തം കഴിച്ചാൽ വല്ല അജീർണം പിടിക്കും, മൊത്തം കഴിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നീ പ്രഗ്നന്റ് അല്ലല്ലോ, അതുകൊണ്ട് പകുതി ഞാൻ കഴിക്കാം. ഈ മുട്ടയും ബാക്കി കാര്യങ്ങളൊക്കെ എന്റെ മുറിയിലേക്ക് വെച്ചാരെ. പിന്നെ ജ്യൂസ് ഇപ്പോൾ തന്നെ ഞാൻ കുടിച്ചേക്കാന്ന് ഓർത്ത് ജ്യൂസ് അങ്ങോട്ട് കുടിക്കുവാണ്. പവിത്ര പറഞ്ഞു, അല്ല കനക, കനക തന്നെയാ, നീ ഗർഭിണിയല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞേ. ഇപ്പൊ നിനക്ക് ആവശ്യത്തിലേറെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് പോരേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പവിത്ര പിന്നെ ഒന്നും മിണ്ടിയില്ല. പവിത്രക്കറിയാം കനകമ്മേനെ പിണക്കുന്ന ബുദ്ധിയല്ല എന്നുള്ള കാര്യം. പിന്നീട് കനകം പറഞ്ഞു, അതെ എന്റെ ചിറ്റയ്ക്കൊരു വയ്യായിക, കുറച്ച് പണം വേണമായിരുന്നു പറയാ. ഇത് കേട്ടും പവിത്ര ചോദിച്ചു, ചിറ്റയ്ക്ക് വയ്യായികയോ, അതെന്താ? അല്ല ഈ പ്രായത്തിലും കനകമ്മയ്ക്ക് ചിറ്റയുണ്ടോന്ന്? അതെന്താ, എനിക്ക് ഇതിന് മാത്രം വലിയ പ്രായമുണ്ടോ? എന്റെ പ്രായം വളക്കാനൊന്നും നീ പ്രായമായിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ട പവിത്ര പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞുള്ളൂ. പിന്നീട് കനകം പറഞ്ഞു, എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറയാം. എന്റെ കയ്യിൽ എവിടുന്ന പണം? എന്റെ ഈ പണമൊന്നും ഇല്ലെന്ന് പറയണ. പണമില്ല കുഴപ്പമില്ല, നീ ആരുടെയും വാങ്ങിച്ചു തന്നാ മതി എന്ന് പറയാം. ഞാൻ ആരോട് വാങ്ങിച്ചു തരാനാ കനകമ്മേ, എന്റെ ഈ പണം ഒന്നും ഇല്ലാന്ന് പറയണം. അന്ന് ഒരു കാര്യം ചെയ്യും, ആ കയ്യെ കിടക്കുന്ന വളയും കൂടെ ഊരി തരാൻ പറയണം. വളയാ? അത് ശരിയാകത്തില്ല, അത് അമ്മ അറിഞ്ഞിട്ടുണ്ടെ പ്രശ്നവും, അമ്മ വഴക്കു പറയുമെന്ന് പറയാ. അതെ, അമ്മ വഴക്കു പറയുമെന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. മര്യാദക്ക് നീ വളയൂരി തരുന്നുണ്ടോ ഇല്ലയോ,
എനിക്ക് ക്യാഷ് കിട്ടി കഴിയുമ്പം ഞാൻ അങ്ങ് എടുത്തുതരാം. ഞാൻ കൊണ്ടേ പണയം വെക്കുന്നുള്ളൂ. എടുത്തരൂന്ന് ഉറപ്പാണല്ലോ അല്ലേ? എടുത്തു തരാന്നേ. പിന്നെ പവിത്രയ്ക്കൊന്നും നോക്കാനില്ലായിരുന്നു. പവിത്ര ഊരിക്കൊടുത്തു. അല്ലെങ്കിൽ മിക്കവാറും ഈ കനകമ്മ താൻ ഗർഭിണിയല്ലെന്നുള്ള കാര്യം ഇന്ത്യവരത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ബോംബിന്റെ പുറത്തിരിക്കണ ഒരവസ്ഥയാണ് തന്റെ അവസ്ഥ. ഒന്നും വേണ്ടിയിരുന്നില്ല. ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ എത്ര കാലത്തിനുണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇന്നല്ലെങ്കിൽ നാളെ കനകമ്മം തന്നെ ഈ ബോംബം കൊണ്ട് പൊട്ടിക്കും. ഇവരും സൂക്ഷിക്കണം എന്നൊക്കെ പവിത്രം മനസ്സിൽ കരുതുവാണ്. പിന്നീട് ഗൗരിയും നന്ദയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം ഗൗരി ഓരോ കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് പിങ്കിയുടെ വരവ് അങ്ങോട്ടേക്ക്. പിങ്കിനെ കണ്ടതും ഗൗരിമോൾ ചോദിച്ചു, ആഹാ ആന്റിയോ എന്തിയെ നന്ദോട്ടും വന്നില്ലേന്ന് ചോദിക്കാം. വന്നില്ല എന്ന് പറയണ. ഞാൻ നന്ദുവിനെ ഫോൺ വിളിച്ചിട്ട് നന്ദു ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയണേ. അതേ നന്ദുവിന് വയ്യാത്തോണ്ടാന്ന് പറയാം. അയ്യോ നന്ദുവിന് എന്ത് പറ്റി? ഒന്നുമില്ല, അവന്റെ കാലിന്റെ പ്രശ്നമൊക്കെ കാരണോണ്ടാന്ന് പറയണ. അപ്പോഴേക്കും നന്ദു ചോദിച്ചു, പിങ്കി നീ എന്തിനാ വന്നേന്ന് ചോദിക്കുകയാണ്. എനിക്ക് നന്ദയോട് അല്പം സംസാരിക്കുകയാണെന്ന് പറയണേ. ഇത് കേട്ടതും നന്ദ ഗൗരിയോട് പറഞ്ഞു, ഗൗരിമോളെ നീ അകത്തേക്ക് എല്ലാം പറയാം. ഓ നിങ്ങൾക്ക് തന്നെ തനിച്ച് സംസാരിക്കണോ ആയിരിക്കുമല്ലേന്ന് ചോദിക്കാം. അതെ ഒരു കാര്യം ചെയ്യാം, ചെല്ലുമ്പോ കഥവും കൂടെ അങ്ങ് ചാരി ഇട്ടേക്കാൻ പറയണം. അങ്ങനെ ഗൗരീനെ മുറിക്കകത്തേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് നന്ദ ചോദിച്ചു, എന്താ നിനക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. അത് പിന്നെ എന്നെ രക്ഷിക്കണമെന്ന് പറയാം. നിന്നെ രക്ഷിക്കാനോ? നിന്നെ രക്ഷിക്കാൻ ഞാൻ ആരാ എന്ന് നന്ദ ചോദിക്കണം. അതല്ല, എന്റെ നന്ദുമോനെ എങ്ങനെയും രക്ഷിക്കണം, അവന് ചികിത്സ നടത്തണമെന്ന് പറയാം. കൊള്ളാം, നല്ല കഥയായി. നീയും ഈ പറയുന്ന നിന്റെ ഭർത്താവായ ഗൗതമും ചേർന്നിട്ടല്ലേ അവന് ചികിത്സയൊന്നും വേണ്ട എന്നും പറഞ്ഞോണ്ട് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോയത് അവനെ. അവനെ കോരി എടുത്തോണ്ട് പോയി കഴിയുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? കാരണം അവന് കുഞ്ഞു കുട്ടിയാണ്. അവന്റെ മനസ്സിൽ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളൊക്കെ അപ്പാടെ നീ തല്ലി തകർത്തത്. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, ഞാനല്ല, ഗൗതമാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. എന്റെ അഭിപ്രായം ആയിരുന്നില്ലത്. എനിക്ക് ചികിത്സിക്കണം തന്നെയാണ് താല്പര്യം എന്ന് പറയാം. വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ട. എനിക്ക് എന്നോട് ഒരു താല്പര്യമില്ല. അല്ല നീ ഇപ്പൊ വന്നത് ഗൗതം പറഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പൊ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ചോദിക്കും. അതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദ ചോദിച്ചു, അല്ല ഞാൻ വന്ന് ചികിത്സിക്കാനായിട്ട് മിസ്സസ് ഗൗതത്തിന്റെ ഭർത്താവ് സമ്മതിക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും പിങ്കി ഒന്ന് നോക്കി നന്ദേനെ. പിന്നീട് പറഞ്ഞു, അത് എനിക്കറിയില്ല, പക്ഷെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ ചികിത്സിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം. എന്ത് റിസ്ക് എടുത്ത് നീ വരണം നന്ദേന്ന് പറയാ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, പറ്റില്ല എന്ന് പറയണം. അങ്ങനെ വന്ന് എനിക്ക് ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ വരത്തില്ല എന്ന് പറയണം. ഇത് കേട്ടതും പിങ്കിക്ക് ആപാടെ സങ്കടമായി. പിങ്കി പറഞ്ഞു, നന്ദ നീ ഈ കാണിക്കുന്ന ക്രൂരതയാണ്. അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. നിങ്ങൾ ഉപേക്ഷിച്ച് അവന് ഇവിടുന്ന് പോയതിന് ശേഷം അവന് നല്ല മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അവന്റെ നില ഗുരുതരമാന്ന് പറയണം. അവന്റെ നില ഗുരുതരവോ? എന്തൊക്കെയാ പിങ്കി നീ പറയണെന്ന് ചോദിക്കാം. അതെ അവനൊരു അപകടമൊക്കെ ഉണ്ടായി. അവൻ സ്റ്റെയർ കേസിൽ നിന്ന് താഴേക്ക് വീണു. ഇത് കേട്ടോ നന്ദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നിട്ട് അവന്റെ കാലിന് നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കില് നന്ദ അങ്ങോട്ടേക്ക് വരണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല അവിടുത്തെ ഡോക്ടേഴ്സും അങ്ങനെയൊക്കെ തന്നെ പറയണേ. ഒരു പക്ഷെ അവന്റെ മാനസിക നിലയാണ് അവനെ ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ആര് ചെന്ന് മരുന്ന് കൊടുത്താലും അവന് ഭേദമാവില്ലെന്നാ ഡോക്ടേഴ്സ് പറയണേ. നന്ദ തന്നെ വരണമെന്നാ പറയണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ വരത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നന്ദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ ആ കുഞ്ഞു മുഖമാണ്. ആദ്യമായിട്ട് തന്നെ കണ്ടുകഴിഞ്ഞപ്പോ തന്നോട് അവൻ ചോദിച്ച ചോദ്യം, ഡോക്ടർ ആന്റി എന്റെ കാല് ഭേദാക്കി തരില്ലേ? എനിക്ക് റേസിങ്ങിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് സങ്കടമായിപ്പോയി. പാവം മോനെ. എന്നിട്ടാണ് അവനെ ഇവിടുന്ന് നിഷ്കരണം വലിച്ചു പറിച്ചുകൊണ്ട് പോയത്. അവന്റെ ചികിത്സ തുടരുവാണെങ്കിൽ ഒരു പക്ഷെ അവന്റെ കാല് ഭേദമായാനും. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ സമയത്ത് പിങ്കി വെച്ച്, എന്താ നന്ദ നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്കാം. ഞാനൊന്നും ആലോചിച്ചല്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണ. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എന്താ നന്ദ നീ ഇങ്ങനെ ക്രൂരമായിട്ട് സംസാരിക്കുന്നേ? നീ അവന് വാക്ക് കൊടുത്തല്ലേ അവന്റെ കാല് ശരിയാക്കാന്ന്, എന്നിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. വാക്ക് കൊടുത്തൊക്കെ തന്നെയാ, പക്ഷെ എങ്കില് എനിക്ക് വരാൻ പറ്റില്ല. കാരണം അങ്ങോട്ടേക്ക് വന്ന് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പോരാത്തതിന് മിസ്സസ് ഗൗതത്തിന്റെ ഭർത്താവ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. എനിക്ക് അതൊന്നും ആവശ്യമില്ല, ഞാൻ അതൊന്നും നോക്കുന്നൊന്നുമില്ലെന്ന് പിങ്കി പറയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല പിങ്കിക്ക് ഇപ്പൊ ഇത് പറയാം. പക്ഷേ എങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പാടില്ല. എനിക്ക് എന്നോട് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുക്കോ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ എന്ന് പറയണം. ഓഹോ അപ്പൊ നീ മനഃപൂർവ്വം അല്ലേ നന്ദ? നീ ഈ ചെയ്യുന്ന ക്രൂരതയാ. ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും നീ ഇതിനെക്കുറിച്ച് ഓർത്ത് നീ വേദനിക്കും. കണ്ടോ, ഒരു അമ്മയുടെ മനസ്സാ ഇത്. നീ വേറെ ആരെയും നോക്കണ്ട, എന്റെ മോനെ എന്നെ നോക്കിയാൽ മാത്രം മതി. ഈ പറയുന്ന ഗൗതത്തിനെ കുറിച്ച് നീ ചിന്തിക്കേ വേണ്ട. നീ ഇപ്പോഴും ആ പഴയ ഇതില അവിടെ നിന്ന് നീ മുക്തിയായിട്ട് ഇങ്ങോട്ട് വാ. ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വന്നെന്താ?
ഒരു മോന്റെ ജീവന് വേണ്ടിയിട്ട് ഒരമ്മക്ക് എഴുന്നതായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയണം. നിനക്ക് പറ്റില്ലേ നന്ദാന്നൊക്കെ ചോദിക്കുക. നന്ദ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. നന്ദയുടെ കണ്ണു നിറഞ്ഞൊഴുക. പിങ്കി പറഞ്ഞു, ഞാൻ വേണം നിന്റെ കാല് പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദയുടെ മുന്നിൽ കൈ കൂപ്പിയിട്ട് നന്ദയുടെ കൈ എടുത്ത് പിടിച്ച് അപേക്ഷിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് നന്ദയെ കൈ അങ്ങോട്ട് പിൻവലിച്ചു. പിന്നീട് പിങ്കിയോട് പറഞ്ഞു, നീ ഇപ്പൊ ഇങ്ങ് വന്ന് അപേക്ഷിക്കുന്നുണ്ടല്ലോ, മുമ്പ് നിന്റെ മുന്നിൽ ഞാനും ഇങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വാക്ക് പാലിക്കാനായിട്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിക്കാത്തോളം നീ അറിയാലോ, നിനക്ക് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോന്ന് ചോദിക്കാം. ഇത് കേട്ട പിങ്കി പറഞ്ഞു, അതൊന്നും പറയാനുള്ള സമയമല്ല നന്ദായത്. അറിയാലോ നിനക്ക് എന്റെ മോന് വേണ്ടിയിട്ടാ, നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങ് തിരിഞ്ഞു നടക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ഇന്ത്യവരത്തിൽ ആകെപ്പാടെ അസ്വസ്ഥപ്പെട്ട അരുന്ധതി ഇരിക്കുകയാണ്. അരുന്ധതി അടുത്തേക്ക് ജഗന്നാഥം വന്നു. ജഗന്നാഥം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി പറഞ്ഞു, ജഗന്നാഥ, നന്ദുമോൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലെന്ന ഡോക്ടർ പറഞ്ഞേ. എങ്ങനെയായാലും അവൻ പെട്ടെന്ന് ഭേദമായ മതിയായിരുന്നു. എന്റെ കൈ കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചെന്ന് ഓർത്തിട്ട് എന്റെ ഭഗവാനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ജഗന്നാഥൻ പറഞ്ഞു, സാരമില്ല ഏട്ടത്തി, ഏട്ടത്തി ഒന്ന് സമാധാനിക്കാൻ പറയാ. എങ്ങനെ സമാധാനിക്കണം ഞാന്? അവന്റെ കാര്യം ഓർത്തിട്ട് ഓരോ നിമിഷം നീറിക്കൊണ്ടിരിക്കുക. പാവം അവന്. എല്ലാം നന്ദ കാരണം. ആ നന്ദയും കുടുംബമായിട്ട് യാതൊരു ബന്ധവും പാടില്ലായിരുന്നു. ആ ശാന്തിപുരത്തേക്ക് അവരെ അയക്കേണ്ട കാര്യമില്ലായിരുന്നു. അവൻ റേസിംഗിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടല്ലേ, ആ മീറ്റ് കാണാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വരുവാണ്. മോഹിനി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുന്നിച്ച്, എന്താ മോഹിനി? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടത്തിയോട്. കാര്യം എന്താന്ന് പറ. ഇവിടെ പവിത്രയുടെ കാര്യം ഇപ്പൊ ശ്രദ്ധിക്കാൻ ആരുമില്ലെന്ന് പറയണേ. അതിനില്ല കനകമേ ഉള്ളേ, പോരാത്തിന് നീയും ഉണ്ടല്ലോ. നീ അവളുടെ കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കാത്തുകാത്തിരുന്നൊരു കുഞ്ഞവളുടെ വയറ്റിലുണ്ടായതല്ലേ, അപ്പൊ നല്ലവണ്ണം ശ്രദ്ധിക്കണം മോഹിനി. നീ ഇവിടെ വേറെ പണിയൊന്നും ചെയ്യണ്ട. നീ അവളുടെ കാര്യമൊക്കെ നോക്കിയാൽ മാത്രം മതി എന്ന് പറയാ. മോഹിനി പറഞ്ഞു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇവിടെ എല്ലാവർക്കും താല്പര്യം ആ നന്ദുമോനിലാണല്ലോ എന്ന് പറയാണ്. നന്ദുമോനില്ല, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, എപ്പോ എല്ലാവർക്കും അവനെ കുറിച്ചൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ പവിത്ര ഗർഭിണിയാന്നും അല്ലെങ്കിൽ ഇന്ത്യവരത്തിന്റെ അവകാശിയായി വരാൻ പോകുന്നൊരു ചിന്തയൊന്നുമില്ല. ഞാനൊന്ന് ചോദിച്ചിട്ട് ഏട്ടത്തി, ഈ നന്ദുമോൻ എന്ന് പറഞ്ഞ ആരാ? ഈ കുടുംബമായിട്ട് ആർക്കെല്ലാം രക്തബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. എവിടുന്നോ ഗൗതം കൂട്ടിക്കൊണ്ട് വന്ന ഒരു അനാഥ ചെക്കൻ. അതിനേക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. അരുന്ധതിക്ക് അവിടെ ദേഷ്യം അടിച്ചു കയറി. നീ എന്താടി പറഞ്ഞേ? അനാഥ ചെക്കനോ? അതെ, നന്ദുമൻ വന്നതിന് ശേഷം ഈ കുടുംബം പിന്നീടൊരു കുടുംബമായത്. നന്ദയും കുഞ്ഞും ഇറങ്ങിപ്പോയതിനു ശേഷം, അഭിമന്യു പോയതിനു ശേഷം ഈ കുടുംബം ഈ വീട് ഉറങ്ങിപ്പോയായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരാളും അനക്കമൊക്കെ ഉണ്ടായത് നന്ദുമോന്റെ വരവിന് ശേഷം. ആ നന്ദുമോനെ കുറിച്ചാണോ നീ പറയണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇത്തരം വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ നിന്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അരുന്ധതി അങ്ങോട്ടേക്ക് പോവാണ്. മോഹിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ മോഹിനി നിൽക്കുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുവാണ് മഹേശന്. മഹേശനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. നന്ദുവിന്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും മോഹിനി അങ്ങോട്ട് ചെന്നു. അല്ല, ഇതെന്താ ഏട്ടൻ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാം. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും അകത്തുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും മോഹിനി പറഞ്ഞു, ഇപ്പൊ നന്ദുവിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്ന് പറയണ. അല്ല, ഞാൻ കരുതി മോഹിനി നീ ഇങ്ങോട്ട് വരത്തില്ലായിരിക്കുന്നു. വരണ്ടെന്നൊക്കെ ആഗ്രഹിച്ചതാ, പക്ഷെ വരാതിരിക്കാൻ പറ്റില്ലോ. ഇപ്പൊ എല്ലാവർക്കും അവന്റെ കാര്യം നോക്കാനല്ലേ സമയമുള്ളൂ. എന്റെ മരുമകളുടെ കാര്യം നോക്കാനായിട്ട് ആർക്കും സമയമില്ലല്ലോ. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വേണ്ടേ നോക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ ഇന്നലെ ഏട്ടത്തിയോട് ആ കാര്യത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടത്തി എന്നെ കൊന്നില്ലെന്നുള്ളൂ. നന്ദുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ, കുടുംബത്തിന്റെ അവകാശമല്ലേ എന്റെ മരുമോള് പവിത്രയുടെ വയറ്റിൽ കിടക്കുന്നേ, ആ ഒരു ചിന്ത പോലും കുടുംബത്തിലുള്ളവർക്ക് ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഇപ്പം എല്ലാരും ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. നന്ദനെ കൊണ്ടുവരാനോ? അതെ, നന്ദനെ കൊണ്ടുവന്നാൽ മാത്രമേ നന്ദുവിന്റെ കാല് ഭേദമാവുള്ളൂന്ന്. ഇതെന്തൊക്കെയാ മഹേട്ട പറയണെന്ന് ചോദിക്കാം. അതെ മോഹിനി, അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നന്ദനെ കൊണ്ടുവരണമെന്ന് പറയാം. അതിനവള് വരുമോന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ഗൗരിയുടെ കൈയും പിടിച്ച് നന്ദ അങ്ങോട്ടേക്ക് വരുന്നേ. നന്ദ അങ്ങോട്ടേക്ക് വരുമെന്ന് ഒരിക്കലും മോഹിനിയോ മഹേശനും ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവരെ നോക്കിക്കഴിഞ്ഞപ്പോ നന്ദയുടെ കടന്നുവരവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇനി എന്തൊക്കെ സംഭവിക്കും അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്നതിന് പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായി ഇഷ്ടതയുടെ മഹേഷിന്റെ വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പൊ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്തേക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.